സ്വാഗതം. ടോപ് 10ലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ആ കൂടിക്കാഴ്ച വേഗം കൂട്ടുമോ? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി. പക്ഷേ കടമെടുപ്പിന് കേന്ദ്രത്തെ സമീപിക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അറിയേണ്ടതുണ്ട്. ജൂൺ ആദ്യ വാരം വരെ കാത്തിരുന്നേ പറ്റും. വിശദമായി തന്നെ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെയും പിന്തുണ തേടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് തുകയിലെ സംസ്ഥാനത്തിന്റെ വിഹിതം കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിന്റെയും ബാധ്യതകൾ പരിശോധിച്ച ശേഷം കടമെടുപ്പിൽ തീരുമാനം. ജൂൺ ആദ്യവാരം ധവളപത്രം ഇറക്കിയ ശേഷം വിശദമായ പദ്ധതി സമർപ്പിക്കും. നാളെ അമിത്ഷായുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 പേർക്ക് സസ്പെൻഷൻ. രാഷ്ട്രീയ പ്രതികാരമല്ലെന്ന് മുഖ്യമന്ത്രി. 2 പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളെന്ന് കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച മറ്റ് 3 പ്രതികളും കേസ് ജൂൺ 2-ന് പരിഗണിക്കും. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ. എല്ലാ വിഷയത്തിനും A+ നേടിയത് 30,561 പേർ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49%, ടെക്നിക്കലിൽ 72.82% വിജയം. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ. അമേരിക്കൻ ആക്രമണം കടുത്ത വെടിനിർത്തൽ കരാർ ലംഘനമെന്നും കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ. ആക്രമണം ഇറാൻ സേനയുടെ ഭീഷണികളിൽ നിന്ന് സൈനികരെ രക്ഷിക്കുന്നതിനുള്ള സ്വയം പ്രതിരോധമെന്ന് അമേരിക്ക. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി IRGC. കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ധാരണയായെന്ന് സൂചന. സിദ്ധാരാമയ്യ രാജിവെച്ചേക്കും. DK ശിവകുമാർ മുഖ്യമന്ത്രിയായേക്കും. രാജ്യസഭാ തിരഞ്ഞെടുപ്പും കർണാടക കൗൺസിൽ തിരഞ്ഞെടുപ്പിനും മുഖ്യ പരിഗണനയെന്ന KC വേണുഗോപാൽ. സിദ്ധാരാമയ്യയ്ക്കും DK ശിവകുമാറിനുമൊപ്പം ഡൽഹിയിൽ സംയുക്ത പ്രസ്താവന. സൗദി അറേബ്യയിലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീം നാട്ടിലേക്ക്. മോചന ഉത്തരവിൽ ഒപ്പുവെച്ചു. എക്സിറ്റ് വിസ ലഭിച്ചതായി സഹായ സമിതി. അവശേഷിക്കുന്നത് എമിഗ്രേഷൻ നടപടി മാത്രം. വലിയ സന്തോഷമെന്ന് റഹീമിന്റെ കുടുംബം. മാസപ്പടി കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള ഇടപാടുകളിൽ EDക്ക് അന്വേഷണം തുടരാമെന്ന് കോടതി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി തള്ളി. IPL 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 255 റൺസ് വിജയലക്ഷ്യം. രജത് പട്ടിദാറിന് അർദ്ധ സെഞ്ചുറി. ജയിക്കുന്ന ടീം ഫൈനലിൽ. തിരുവനന്തപുരത്തെ പോലീസ് നടപടിയിൽ SFIയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. വിവിധയിടങ്ങളിൽ സംഘർഷം. SFI സമരം ഒരു എക്സസൈസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്തെ സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിനുൾപ്പെടെ SFI KSU പ്രവർത്തകർക്കെതിരെ കേസ്. സ്റ്റോറി ഓഫ് ദ ഡേ. ആലപ്പുഴയിലൊരു ഏലത്തോട്ടം.
വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ തേടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രി നിർമ്മല സീതാരാമനെയും കണ്ടു. ദേശീയപാതാ വികസന തുകയിലെ സംസ്ഥാന വിഹിതം കടമെടുപ്പ് പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ധനസ്ഥിതിയിൽ ധവളപത്രം പുറത്തിറക്കിയ ശേഷം വിശദമായിട്ടുള്ള പദ്ധതി സമർപ്പിക്കും. കേരളത്തിന്റെ വൈവിധ്യമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുവെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാളെ ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും മുഖ്യമന്ത്രി കാണുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വപ്ന പദ്ധതികൾക്കെല്ലാം പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ സഹായം ലഭ്യമാക്കാനായി ഇടപെടൽ നടത്തും. കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി പരിഹരിക്കും. ജൂൺ ആദ്യവാരം തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ധവളപത്രം പുറത്തിറക്കും. അതിനുശേഷം വീണ്ടും കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ മുൻഗണനകളെക്കുറിച്ചും അവരോട് സ്വീകരിക്കും. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിക്കും. പക്ഷെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. PM ശ്രീ പദ്ധതിയുടെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കും. കിഫ്ബി ബാധ്യതകൾ പരിശോധിച്ച് ഭാവി തീരുമാനമെടുക്കും. മുനമ്പം ജനതയെ ഇറക്കിവിടുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും അവർക്ക് നികുതി അടച്ച് പൂർണ്ണ അവകാശം നൽകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്ധനവില വർധനവിൽ അധിക നികുതി ഒഴിവാക്കാനാകുന്ന സാഹചര്യമല്ല. വയനാട് തുരങ്കപാത പാരിസ്ഥിതിക പഠനം നടത്തി മാത്രമേ നടപ്പാക്കാവൂ എന്നാണ് മുൻ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗൺമാൻ അനിൽകുമാർ, പോലീസുകാരായ S. സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവർക്കാണ് സസ്പെൻഷൻ നടപടിയുണ്ടായത്. SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു ഗൺമാൻ മർദ്ദിച്ച കേസിലെ പുനരന്വേഷണം. SIT രൂപീകരിക്കുകയും ഉടനടി നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഗൺമാൻമാർ ചെയ്തത് ഗുരുതര കുറ്റകൃത്യമെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തിരുത്താൻ ADGP MR അജിത് കുമാർ ഇടപെട്ടിരുന്നതായുള്ള കണ്ടെത്തലും SITയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം അവസാനിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഗൺമാനും എസ്കോർട്ട് വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാരും ഇറങ്ങിവന്ന് വടികൊണ്ട് പ്രതിഷേധക്കാരുടെ തലയ്ക്കടിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വാർത്താ ചാനലുകളുടെ ദൃശ്യങ്ങളും CCTVയും അടക്കം പരിശോധിച്ചാണ് കണ്ടെത്തലുകൾ നടത്തിയത്. ആലപ്പുഴയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലോക്കൽ പോലീസിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ പ്രതിഷേധിച്ചവരെയാണ് പുറകെ വന്ന എസ്കോർട്ട് വാഹനത്തിലെ ഗൺമാനും ഉദ്യോഗസ്ഥരും മർദ്ദിച്ചതെന്നാണ് ലോക്കൽ പോലീസിന്റെ മൊഴി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഗൺമാൻ അനിൽകുമാർ, പോലീസുകാരായ സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നീ 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് SIT DGPക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. അതേസമയം കേസിന്റെ രേഖകൾ താൻ തിരുത്തിയിട്ടില്ലെന്നും ഓഫീസ് ജീവനക്കാർ ഇടപെട്ടത് തന്റെ നിർദ്ദേശപ്രകാരമല്ല എന്നുമാണ് MR അജിത് കുമാറിന്റെ വിശദീകരണം. ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് അജിത് കുമാർ അനൌദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവകേരള സദസ്സിനോടനുബന്ധിച്ചുണ്ടായ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. കേസിൽ SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു കോടതി. നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയ മുൻ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെ മർദ്ദിച്ച കേസിൽ ഗൺമാൻമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും സമർപ്പിച്ച ജാമ്യാപേക്ഷകളാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. പ്രതികൾക്കെതിരെ ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഹർജി ജഡ്ജി ഹണിയം വർഗീസ് തള്ളിയത്. പ്രതികൾക്ക് ജാമ്യം കിട്ടില്ല എന്ന സാഹചര്യം നിലവിലില്ലെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. മർദ്ദനമേറ്റ MLA AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും കേസിൽ കക്ഷി ചേർത്തു. പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിയിൽ സന്തോഷമെന്ന് AD തോമസ് MLA പ്രതികരിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പോലും കേസെടുക്കുവാൻ പോലും തയ്യാറാകാതിരുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനം ഇന്ന് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ കാലത്തെ ചില
ഇടപെടലുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരാതി സ്വീകരിക്കുവാൻ പോലും തയ്യാറാവാതെ കോടതി ഇടപെടലിലൂടെ മാത്രം അന്വേഷണം നടത്തുകയും പിന്നീട് ഇങ്ങനെ ഒരു സംഭവമേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ കോടതിക്ക് റഫർ ചാർജ് നൽകുകയും ചെയ്ത ഒരു പോലീസ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം പ്രോസിക്യൂഷനെയും അന്വേഷണ സംഘത്തെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. അന്വേഷണം നടത്തേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ച കോടതിക്ക് ഒരു വിദൂര സാധ്യത പോലും തരാത്ത റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്നും ഇത്തരത്തിലല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ചെയ്യേണ്ടതെന്നും താക്കീത് നൽകി. രാവിലെ കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും റിപ്പോർട്ട് പൂർണ്ണമല്ല എന്ന കാരണത്താൽ കോടതി റിപ്പോർട്ട് നിരസിച്ചു. മതിയായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പ്രോസിക്യൂഷനെയും കോടതി ശക്തമായി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉച്ചകഴിഞ്ഞ് പുതിയ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ടിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. അമൃത ന്യൂസ്, ആലപ്പുഴ. ഗൺമാൻമാരെ പുറത്താക്കിയത് SIT റിപ്പോർട്ടിന്മേലുള്ള നടപടിയെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടതി നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ചത്. സ്വാഭാവികമായ നീതി നിർവഹണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും ഒരാളും നിയമത്തിന് അതീതരല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കോടതി പറഞ്ഞിട്ടാണ് SIT രൂപീകരിച്ചത്. പക്ഷേ ആ SIT രൂപീകരണം 2 വർഷം നീണ്ടുപോയി. പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ക്യാബിനറ്റിൽ വെച്ച് അന്ന് കോടതി പറഞ്ഞ കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. SIT രൂപീകരിച്ചു. ആ SITയുടെ റിപ്പോർട്ടാണ് ഇന്നലെ വൈകിട്ട് DGPക്ക് ലഭിച്ചത്. അപ്പോൾ DGP എന്ത് ചെയ്തു? അത് പരിശോധിച്ച് 5 പേർക്കെതിരായി നിയമ നടപടി സ്വീകരിച്ചു. അത് സ്വാഭാവികമായ ഒരു നീതി നിർവഹണം മാത്രമാണ്. അതിനകത്ത് രാഷ്ട്രീയമായ ഞങ്ങൾ ആരും ഇടപെട്ടിട്ടുള്ള കാര്യമല്ല. അത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DGP നടപടി സ്വീകരിച്ചു. അത് മാത്രമേ ഉള്ളൂ. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. സംസ്ഥാനത്ത് +2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയശതമാനം. വിജയശതമാനത്തിൽ 0.16% വർധനവുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു. 77.97% ഇത്തവണത്തെ വിജയശതമാനം. മാർച്ച് 6 മുതൽ 26 വരെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി പരീക്ഷയിലാകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4.52 ലക്ഷം വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 26,826 വിദ്യാർത്ഥികളുമാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ സേ പരീക്ഷ സംഘടിപ്പിക്കും. 1990 സ്കൂളുകളിൽ നിന്നും റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേരാണ് പരീക്ഷ എഴുതിയത്. 2,90,398 പേർ പരീക്ഷയിൽ യോഗ്യത നേടി. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.81%, VHSEയിൽ 70.06% വിജയശതമാനം. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ 84.64% വിജയശതമാനം. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് വിജയശതമാനമുള്ളത്. 71.72% കാസർഗോഡ് ജില്ലയിലെ വിജയശതമാനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനം വയനാട് ജില്ലയ്ക്കാണ്. ഏറ്റവും കുറഞ്ഞ ശതമാനം കാസർഗോഡ് ജില്ലയിലാണ്. 87.30% വയനാട്ടിലെ വിജയശതമാനം. 60.63% നേടി കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും പിന്നിൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പതിവുപോലെ സമാധാന ചർച്ചകൾക്കിടയിൽ ഇറാനെതിരായ ആക്രമണം വീണ്ടും തുടങ്ങി അമേരിക്ക. പക്ഷേ അമേരിക്കയുടെ ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ തിരിച്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ സേന ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് അമേരിക്കൻ സൈനികരെ രക്ഷിക്കുന്നതിനുള്ള ഒരു സ്വയം പ്രതിരോധമാണ് ഈ ആക്രമണമെന്നാണ് US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോൺ ഇന്ന് വെടിവെച്ചിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശവാദവും ഉന്നയിച്ചു.
ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇറാനിയൻ നാവികത്താവളം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹോർമൂസിൽ മൈനുകൾ സ്ഥാപിക്കുന്ന വെസലുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇറാനിയൻ സേന ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് അമേരിക്കൻ സൈനികരെ രക്ഷിക്കുന്നതിനുള്ള സ്വയം പ്രതിരോധമാണ് ആക്രമണമെന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും ഖത്തർ പ്രധാനമന്ത്രിയുമായി സമാധാന കരാറിനായുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുകയോ അല്ലെങ്കിൽ അതാത് ആണവ കേന്ദ്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന നിബന്ധനയും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് നടക്കില്ലെന്നും ഇനി അങ്ങോട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങളെ സംരക്ഷിക്കില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി പ്രസ്താവിച്ചു. സമാന്തരമായി ലബനോണിൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. നബതയി നഗരത്തിൽ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നിർണായകമായ ചർച്ചകളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. മുഖ്യമന്ത്രി പദത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് 2 നേതാക്കളും തയ്യാറായിട്ടില്ല. അതേസമയം കർണാടകയിൽ മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന വാർത്തകൾ അഭ്യൂഹം മാത്രമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ 2 വർഷം മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി തർക്കം നേതൃത്വത്തിന് തലവേദനയാകുകയാണ്. DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വീണ്ടും അവകാശവാദം ശക്തമാക്കിയതോടെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാനാണ് ഹൈക്കമാൻഡ് നീക്കം. ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും 5 മണിക്കൂറിലധികം സിദ്ധരാമയ്യ, DK ശിവകുമാർ എന്നിവരുമായി ചർച്ച നടത്തി. കൂട്ടായ ചർച്ചയിൽ സമവായമാകാതെ വന്നതോടെ നേതാക്കളെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് കണ്ടു. സർക്കാർ 2.5 വർഷത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയിരുന്നുവെന്നാണ് DK ക്യാമ്പിന്റെ വാദം. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചപ്പോൾ MLA-മാരുടെ പിന്തുണ ഹൈക്കമാൻഡ് പരിഗണിച്ചില്ല എന്നും DK ക്യാമ്പ് ഉയർത്തിക്കാട്ടുന്നു. അനുനയ നീക്കത്തിന്റെ ഭാഗമായി നിരവധി ഫോർമുലകൾ ഹൈക്കമാൻഡിന് മുൻപിലുണ്ട്. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കി സിദ്ധരാമയ്യെ ദേശീയ രാഷ്ട്രീയത്തിലേക്കോ രാജ്യസഭയിലേക്കോ കൊണ്ടുവരും. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യെ തുടരാൻ അനുവദിച്ച് മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയാക്കി ശിവകുമാറിനും അനുയായികൾക്കും കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പുകളും ഉത്തരവാദിത്തങ്ങളും നൽകും. ഇതിൽ ഏത് ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്നതാണ് നിർണായകം. മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുമുള്ള പരമേശ്വരയ്ക്കായി കടുംപിടുത്തം പിടിക്കാനാണ് സിദ്ധരാമയ്യയുടെ നീക്കം. AICC നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പക്ഷേ ഇന്ന് വൈകിട്ട് KC വേണുഗോപാലും സിദ്ധരാമയ്യയും DK ശിവകുമാറും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഈ കർണാടക കൗൺസിൽ തിരഞ്ഞെടുപ്പ്, ഒപ്പം വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പ്, ഇതിനൊക്കെയാണ് മുഖ്യ പ്രാധാന്യം നൽകുന്നത് എന്നാണ് KC വേണുഗോപാൽ ഇന്ന് വൈകിട്ട് പ്രതികരിച്ചത്. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Today we had a detailed meeting with Honorable Congress President Mallikarjuna Kharge ji and LOP Rahul Gandhi ji. Of course, CM Siddaramaiah ji, Deputy CM DK Shivakumar ji and General Secretary in charge of Karnataka and myself be part of the discussion. Today entire discussion is only concentrated on coming Rajya Sabha elections and council elections of Karnataka. Whatever speculation you people are doing, that is only speculation, no reality at all. Today we discussed about the Rajya Sabha. ഒടുവിൽ മലയാളികളൊന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആ ശുഭവാർത്ത റിയാദിൽ നിന്നും എത്തുകയാണ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി ഔദ്യോഗിക വിവരം പുറത്തുവന്നു. അബ്ദുൾ റഹീം സഹായ സമിതിയാണ് ഈ നിർണായക വിവരം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 21 വർഷമായി സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി അബ്ദുറഹീം സഹായ സമിതിയാണ് അറിയിച്ചത്. അതോടൊപ്പം റഹീമിന് നാട്ടിലേക്ക് മടങ്ങുന്നതിന് ആവശ്യമായ എക്സിറ്റ് വിസ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി എമിഗ്രേഷൻ ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതോടെ ഏത് സമയത്തും അബ്ദുറഹീമിന് ജയിൽ മോചിതനായി ജന്മനാട്ടിലേക്ക് തിരിക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2006 ഹൗസ് ഡ്രൈവർ വിസയിൽ
അബ്ദുറഹീം സൗദി അറേബ്യയിലെത്തുന്നത്. റഹീം പരിചരിച്ചിരുന്ന കഴുത്തിന് താഴെ തളർന്ന സൗദി ബാലൻ അനസ് കാറിലെ യാത്രക്കിടെ അബദ്ധത്തിൽ മരണപ്പെട്ടതോടെയാണ് റഹീമിന്റെ ജീവിതം ജയിലറക്കുള്ളിലാവുന്നത്. ഇതിൽ റഹീമിന് റിയാദിലെ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 34 കോടി രൂപ ദിയാധനം നൽകിയാൽ മാപ്പ് നൽകാമെന്ന് മരിച്ച ബാലന്റെ കുടുംബം സമ്മതിക്കുകയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തുചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ദിവസങ്ങൾ കൊണ്ട് ഈ തുക സമാഹരിച്ച് ഇന്ത്യൻ എംബസി വഴി തുക സൗദി കോടതിയിൽ കൈമാറിയതിനെ തുടർന്ന് കോടതി വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇത്തരം കേസുകൾക്ക് പബ്ലിക് കേസുള്ളതാണ് മോചനം ഇത്രയും വൈകാൻ കാരണം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഹീം നാട്ടിലേക്ക് തിരിക്കുന്നതിന്റെ കൃത്യമായ തീയതി ലഭ്യമാക്കുമെന്നാണ് അതിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുൽഫി ഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെ ഹർജി തള്ളി. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുക. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ കേസിൽ ഇരട്ട അന്വേഷണം പാടില്ലെന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. SFIO അന്വേഷണം നടക്കുന്നതിനാൽ ED അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു CMRLന്റെ വാദം. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ED ഏറ്റെടുത്തതിൽ കാലതാമസമുണ്ടെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി CMRL നടത്തിയ സാമ്പത്തിക ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. PMLA നിയമം അനുസരിച്ചുള്ള ED അന്വേഷണം ഇരട്ട അന്വേഷണം ആകുന്നില്ലെന്ന് കോടതി വിലയിരുത്തി. ആരോപണ വിധേയർ ആരെന്ന് നോക്കി അന്വേഷണം തടയാനാവില്ലെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയെന്നും കോടതി വിലയിരുത്തി. സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമായതിനാൽ EDക്ക് അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി CMRLന്റെ ഹർജി തള്ളിയത്. പീഡനക്കേസിൽ കോൺഗ്രസ് നേതാവ് പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൗൺസിലറാണ് പ്രതി. ദളിത് യുവതിക്ക് ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന കേസിലാണ് പാലക്കാട് നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയത്. മണ്ണാർക്കാട് SC/ST കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രശോഭ് ഹൈക്കോടതിയെ സമീപിച്ചത്. പട്ടികജാതി പീഡന നിരോധന നിയമവും കൂടി ചുമത്തിയിട്ടുള്ളതിനാലാണ് പ്രശോഭിന് മുൻകൂർ ജാമ്യം ലഭിക്കാതിരുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഗർഭഛിദ്രത്തിനും പ്രേരിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. പ്രഥമ ദൃഷ്ട്യാ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദമായ പീഡന പരാതിയെ തുടർന്ന് പ്രശോഭ് ഒളിവിൽ പോവുകയും കോൺഗ്രസിൽ നിന്ന് പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു. പരസ്പര സമ്മതത്തോടെ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നെന്നാണ് പ്രശോഭ് കോടതിയിൽ വാദിച്ചത്. യുവതിയുടെ മൊഴി പരിശോധിച്ച കോടതി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അമൃത ന്യൂസ്, കൊച്ചി. ഷുഹൈബ് വധക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ ആകാശ് തില്ലങ്കേരി അടക്കം മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പ്രതിഭാഗം അഭിഭാഷകർ വിചാരണ നടപടികൾ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെഷൻസ് കോടതി 17 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കി ജയിലിലടച്ചത്. ഇതിനെതിരെ പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. സെഷൻസ് കോടതിയുടെ നടപടി അസാധാരണമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. വിചാരണ കോടതി ഉത്തരവിൽ പ്രഥമദൃഷ്ട്യാ തന്നെ നിയമപരമായി പിശകുണ്ട്. പ്രതികളെ ഉടൻ തന്നെ ജയിൽ മോചിതരാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരായിരുന്ന പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ നടപടി നിയമപരമല്ലെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. പ്രതികളും അഭിഭാഷകരും വിചാരണ നടപടിയുമായി സഹകരിക്കാതെ കേസ് നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നായിരുന്നു സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. കോടതി മാറ്റം ആവശ്യപ്പെട്ട് ഹർജി നിലനിൽക്കുന്നതിനാലാണ് സമയം കൂടുതൽ ചോദിച്ചതെന്ന് പ്രതിഭാഗം ഹൈക്കോടതിയിൽ വാദിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. IPL ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 255 റൺസ് വിജയലക്ഷ്യം. രജത് പട്ടിദാറിന്റെ ഇന്നിംഗ്സാണ് RCBക്ക് കരുത്തായത്. പുറത്താകാതെ 93 റൺസാണ് പട്ടിദാർ നേടിയത്. വിരാട് കോഹ്ലിയും കൃണാൽ പാണ്ഡ്യയും 43 റൺസ് വീതം നേടി.
ഗുജറാത്തിന് വേണ്ടി കഗിസോ റബാദ, ജീസൺ ഹോൾഡ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന് ബാറ്റിംഗ് തകർച്ചയാണ്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 51 റൺസ് എന്ന നിലയിലാണ്. തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. SFI പ്രവർത്തകരെ ആക്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് SFI ആരോപിക്കുകയാണ്. തിരുവനന്തപുരത്ത് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സമര ഗേറ്റിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ ധർണ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഇത് സൂചന മാത്രമാണെന്നും വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടുമെന്നും സജീവ് വ്യക്തമാക്കി. കോട്ടയത്തെ പ്രതിഷേധ മാർച്ചിനും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാവിലെ നടത്താനിരുന്ന പ്രതിഷേധ പരിപാടി ആളില്ലാത്തതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടത്തിയത്. 50ഓളം പ്രവർത്തകരാണ് പിന്നീട് നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. റോഡിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്ന് നിലത്തുകുത്തിയിരുന്ന SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലും SFI പ്രതിഷേധം നടത്തി. കമ്മീഷണർ ഓഫീസിന് മുൻപിലെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ മാർച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി അഭിജിത്ത് T ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് SP ഓഫീസ് മാർച്ചിനിടെ സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി കൊടി നാട്ടി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് നേരിയ തോതിൽ ലാത്തിചാർജും നടത്തി. പാലക്കാടും SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S വിപിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. SFI സമരം അവരുടെ ഒരു എക്സസൈസ് ആണെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണ്. UDF ഭരണം ആരംഭിച്ചിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. കുറച്ചുകൂടി കാത്തിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. അത് SFIയുടെ ഒരു എക്സസൈസ് ആണ്. ഭരണം മാറിയപ്പം ഞങ്ങളിതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഏതായാലും പരമാവധി സംയമനം പാലിക്കും. സമയമായില്ലല്ലോ. SFIക്കാരോടും CPMകാരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കയറിയിട്ട് 2 ദിവസമായിട്ടുള്ളല്ലോ. അല്പം ക്ഷമിക്ക്. 10 വർഷം ഭരിച്ചവരല്ലേ, ഒരല്പം ക്ഷമിക്ക്. ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾ തുടരുകയാണ്. വിശുദ്ധ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ പ്രാർത്ഥനാനിരതരായി. അറഫയിലെ നമിറ മസ്ജിദിൽ കുതുബയ്ക്ക് സാക്ഷിയായി ലക്ഷങ്ങളാണ് എത്തിയത്. ഹാജിമാർ എന്ന മുസ്തഫലിയിൽ ടാപ്പാർക്കും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിൽ ജീവിതത്തിലെ പാപങ്ങളത്രയും കണ്ണീർ പൊഴിച്ച് പശ്ചാത്തലത്തോടെ അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രവാചകൻ നടത്തിയ അറഫ പ്രസംഗം അനുസ്മരിപ്പിച്ച് അറഫയിലെ നമീറ മസ്ജിദിൽ ഖുതുബക്ക് മസ്ജിദ് നബവി ഇമാം ഷെയ്ഖ് ഡോക്ടർ അലി അൽ ഹുദൈഫി നേതൃത്വം നൽകി. തഖ്വ മുറുകെ പിടിക്കണമെന്നും മനുഷ്യർ പരസ്പരം കാരുണ്യത്തോടും സ്നേഹത്തോടും വർത്തിക്കണമെന്നും ഇമാം പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു. അറഫ പ്രസംഗത്തിന്റെ സന്ദേശം ലോകമെമ്പാടുമുള്ളവർക്ക് എത്തിക്കാൻ മലയാളം ഉൾപ്പെടെ 35 അന്താരാഷ്ട്ര ഭാഷകളിലാണ് തത്സമയ വിവർത്തനം ഒരുക്കിയത്. സൂര്യാസ്തമയത്തിനു ശേഷം ഹാജിമാർ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി മുസ്തലിഫയിലാണ് തീർത്ഥാടകർ രാപ്പാർക്കുക. നാളെ പുലർച്ചെ ഇവർ മിനായിലേക്ക് തിരിക്കും. നാളെയാണ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. അതിൽ തിരിച്ചെത്തി കല്ലേറ് കർമ്മം നിർവഹിക്കുക, മുടിമുറിക്കുക, ബലികർമ്മം നടത്തുക, തുടർന്ന് ഹറമിലെത്തി തവാഫും സഹിയും പൂർത്തിയാക്കുക എന്നിവയാണ് നാളത്തെ പ്രധാന ചടങ്ങുകൾ. തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സൗദി ഗവൺമെന്റിന്റെ കീഴിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സുൽഫിഖ്റദായി, അമൃത ന്യൂസ്, ജിദ്ദ. വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുത്തുമല കശ്മീർ സ്വദേശി ജെസ്സിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ മേപ്പാടിക്ക് പോകുകയായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത്.
പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. പുത്തുമല അമലോത്ഭവ മാതാ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം അടക്കം ചെയ്തു. ഭർത്താവ് ഷാജിയും 3 മക്കളും ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ ജെസിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. ഇന്ന് രാവിലെ 6:30യോടെയാണ് ജെസിയും ഭർത്താവും സഞ്ചരിച്ച സ്കൂട്ടറിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ജെസി ആശുപത്രിയിൽ എത്തും മുമ്പേ മരിച്ചിരുന്നു. കാട്ടാനാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജനങ്ങൾ മേപ്പാടി ടൗണും മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനും ഉപരോധിച്ചു. കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലിയും നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതേസമയം ആനയെ മയക്കുവെടിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സൗത്ത് വയനാട് DFO വ്യക്തമാക്കി. ഇപ്പോൾ നമ്മൾ ഈ അപകടം ഉണ്ടായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഫെൻസിങ് കെട്ടാൻ പറ്റാത്തൊരു ഏരിയയാണ്. അത് അത്രയും ഉയർച്ചയുള്ള ഒരു ഏരിയയാണ്. ഫെൻസിങ് കെട്ടാൻ പറ്റാത്തൊരു ഏരിയയാണ്. പക്ഷേ നമ്മൾ ബാക്കി എന്താണോ നടപടി എടുക്കാം. ഒരിടവേളയ്ക്ക് ശേഷമാണ് പ്രദേശത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. തോട്ടം തൊഴിലാളികളും ടൂറിസ്റ്റുകളും അടക്കം നിരവധി പേരാണ് പുത്തുമല വഴി ചൂരൽമലയിലേക്കും തിരികെ മേപ്പാടിയിലേക്കും ദിനംപ്രതി യാത്ര ചെയ്യുന്നത്. ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണും കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖും വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. തമിഴ്നാട് ഗൂഡല്ലൂർ പാക്കണയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 14 വയസ്സുകാരന് ദാരുണാന്ത്യം. പാക്കണ പാറക്കുന്നൻ വീട്ടിൽ ഷാജഹാന്റെ മകൻ മിസ്ഹബാണ് മരിച്ചത്. വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. മുടി വെട്ടുന്നതിനായി തൊട്ടടുത്ത ടൗണിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയാണ് കാട്ടാനയെ ആക്രമിച്ചത്. ആക്രമണം നടന്ന ഉടനെ മിസ്ഹബിനെ സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലൈംഗിക പീഡന കേസിൽ മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ എൽദോസ് കുന്നപ്പള്ളിയെ കോടതി വെറുതെ വിട്ടു. എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി മൊഴി നൽകിയതിന് പിന്നാലെയാണ് നടപടി. 2ഉം 3ഉം പ്രതികളും MLAയുടെ സുഹൃത്തുക്കളുമായ റെനിഷ, സിപ്പി നൂറുദ്ദീൻ എന്നിവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും വിചാരണയ്ക്കിടെ അതിജീവിത കോടതിയോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് കോടതി 3 പേരെയും വെറുതെ വിട്ടത്. ദൈവത്തിന് നന്ദിയെന്നും കുറ്റവിമുക്തനാകുമെന്ന വിശ്വാസമുണ്ടായിരുന്നുവെന്നും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ അന്ന് പറഞ്ഞു സത്യം ഒരിക്കൽ ജയിക്കും. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീതിന്യായ വ്യവസ്ഥയിലും എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ എന്നെ കുറ്റവിമുക്തനാക്കുമെന്ന് ആദ്യമേ പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇത് ഞാൻ എൻ്റെ പാർട്ടിയോടും പറഞ്ഞിട്ടുണ്ട്, പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ പരസ്യ പ്രതികരണങ്ങൾ വിലക്കി. അൻസിബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താരങ്ങൾ 2 തട്ടിലായതോടെയാണ് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ടിനി ടോമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് അൻസിബ. എക്സിക്യൂട്ടീവ് പിരിച്ചുവിടണമെന്ന ആവശ്യം ചില മുതിർന്ന താരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ടിനി ടോം, അൻസിബ ഹസൻ വിഷയത്തിൽ താരങ്ങൾ തമ്മിൽ ഭിന്നത രൂക്ഷമായതോടെയാണ് കർശന നിർദ്ദേശങ്ങൾ താരസംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജനറൽ ബോഡി ചേരുന്നതുവരെ പരസ്യ പ്രതികരണങ്ങൾ വിലക്കി. പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും നിലപാടെടുത്തിരിക്കുന്നത്. ഇക്കാര്യം അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. MLA രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള താരങ്ങളും സമാന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നീതി എന്ന് പറയുന്ന വാക്ക് ഒരു അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ അത് എവിടെയാണ് ഇത് ഇരിക്കുന്നത് പഠനം നടത്തിയ ശേഷമേ പറ്റുള്ളൂ. ഇപ്പോൾ ആരോപണം, പ്രത്യാരോപണം ഇതെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അംഗങ്ങൾ വ്യക്തിപരമായിട്ട് മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ തലപ്പത്തുള്ള ആളുകളോട് വളരെ അടിയന്തരമായി ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൻസിബയെയും ടിനി ടോമിനെയും പിന്തുണച്ച താരങ്ങൾ 2 ചേരിയായതോടെയാണ് സംഘടനയുടെ ഭാഗത്തുനിന്ന് നിർണായക ഇടപെടൽ ഉണ്ടായത്. നിലവിലെ വിഷയങ്ങളിൽ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ കടുത്ത അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് മല്ലിക സുകുമാരൻ ആവശ്യപ്പെട്ടു. നേതൃത്വത്തിനെതിരെ വിമർശനമുയർത്തി മാലാ പാർവതിയും രംഗത്തെത്തി. അൻസിബയെ പിന്തുണച്ച അവർ അമ്മയിലെ വരവ് ചിലവ് കണക്കുകൾ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം ടിനി ടോമിനെതിരായ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് അൻസിബയുടെ തീരുമാനം. നിയമപരമായ നടപടികൾ അൻസിബ സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊച്ചി.